ഹലോ ഗായ്സ്, ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സംഭവം വേറൊന്നുമല്ല, പാവാജിയും പാവണ്ണും ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തൊരു രീതി കാണിക്കാനാണ്. ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ പുറകെ തന്നെ അവർ 3 മെത്തേഡ്സ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഒന്ന് ഓവൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ഒന്ന് ഫ്രൈയിങ് പാൻ, മറ്റേത് വെള്ളത്തിൽ, അതായത് ചൂട് വെള്ളത്തിൽ നമ്മൾ ഈ പാക്കറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഫ്രൈയിങ് പാൻ ആണ് കേട്ടോ ഗൈസ് യൂസ് ആക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പാക്കറ്റിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ബ്ലോട്ടഡ് ആണ്, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ആക്കാൻ പാടില്ല. ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതുമാത്രമല്ല ഉള്ളിൽ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇത് മിക്സ് ആക്കി വരുമ്പോഴത്തേക്കിനും ആ എണ്ണയെല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പൊക്കോളൂ. കുറച്ച് നേരം പാനിലിട്ടൊന്ന് ഇളക്കി ഒന്ന് ഹീറ്റ് ആക്കിയാൽ മതി കേട്ടോ ഗൈസ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. കൂടുതൽ അധികമൊന്നും നമ്മൾ ആഡ് ആക്കേണ്ട കാര്യമോ ഒന്നുമില്ല. പാവ് ബണ്ണിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യം വരാനാണെങ്കിൽ, സാധാരണ നമ്മൾ ഒറിജിനലി പാവ് ഭാജി ഉണ്ടാക്കുമ്പോൾ അവർ ചെയ്തു തരുന്ന ബണ്ണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബട്ടറിൽ റോസ്റ്റ് ആക്കിയിട്ടാണ് തരുന്നത്. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതെടുത്ത് ഡിപ്പ് ചെയ്ത് കഴിച്ചു, അങ്ങനെയാണ് ചെയ്തത്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാനും ചാനൽ കയറി നോക്കി സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.